ഇന്ന് പ്രകൃതി ദിനമാണ്. നമ്മൾ വസിക്കുന്ന ഈ ഭൂമിയെ സംരക്ഷിക്കാനും ഉത്തരവാദിത്വത്തോടെ അതിനെ ആസ്വദിക്കാനും അതിനെ കാത്തു സൂക്ഷിക്കാനുമുള്ള ഒരു ഓർമ്മപ്പെടുത്തലിൻ്റെ ദിവസമാണ് ഈ എൻവയൺമെൻ്റൽ ഡേ അല്ലെങ്കിൽ പ്രകൃതി ദിനം, പ്രകൃതി പരിപാലനത്തിനു വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത്. 2015 നമുക്കറിയാം, നമ്മുടെ മാർപ്പാപ്പയായിരുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പായുടെ ഒരു ചാക്രിക ലേഖനമുണ്ട്, ലൗദാത്തോ സി മീ സിഞ്ഞോറെ. ലാറ്റിനിലാണ് ഈ ചാക്രിക ലേഖനങ്ങൾക്ക് ഒറിജിനലായിട്ട് വരിക. അതിൻ്റെ പേര് ആദ്യത്തെ 2 അക്ഷരങ്ങളൊക്കെയാണ് പേരായിട്ട് കൊടുക്കുക. ലെറ്റ് യു ബി പ്രൈസ്ഡ് മൈ ലോർഡ് എന്ന് ഏകദേശം അതിനെ ഇംഗ്ലീഷിൽ തർജ്ജമ ചെയ്യാൻ പറ്റും. ലൗദാത്തോ സി മീ സിഞ്ഞോറെ, മൈ ലോർഡ് എന്നാണ് അവസാനത്തെ അർത്ഥം. അപ്പം അതുകൊണ്ട് ദൈവത്തെ പ്രകീർത്തിക്കുകയാണ് പോപ്പ, ഈ നല്ല പരിശുദ്ധ പാപ്പ ഈ പ്രപഞ്ചത്തെ, സൃഷ്ടികളെ, നമ്മൾ അധിവസിക്കുന്ന ഈ ഭവനം, അദ്ദേഹം അങ്ങനെയാണ്, ഇറ്റ് ഈസ് ദ ഹൗസ് വെയർ വി ആർ ലിവിങ്, വി ആർ മേക്കിംഗ് അവർ എബോർഡ്. നമ്മുടെ ഭവനമാണ് ഈ ഭൂമി എന്നുള്ള തലത്തിൽ വളരെ മനോഹരമായിട്ട് പഠിച്ച് ആധികാരികമായിട്ട് ലോകത്തിൻ്റെ മുഴുവൻ ശ്രദ്ധ പിടിച്ചു പറ്റത്തക്ക വിധത്തിലാണ് ഈ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുക. അതുപോലെ ഇന്ന് ഈ പ്രകൃതിയെ സംരക്ഷിക്കേണ്ട എൻവയൺമെൻ്റൽ ഡേ അല്ലെ എക്കോളജിക്കൽ ഡേ എന്നൊക്കെ വേണേൽ പറയാം നമുക്കതിനെ. ആ ദിവസത്തിൽ അല്പം ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാമെന്ന് കരുതുന്നു. ഞാൻ അടുത്ത കാലത്ത് വായിച്ച ഒരു നല്ല പുസ്തകമാണ് ലവിങ് നേച്ചർ. അത് എഴുതിയിരിക്കുന്ന ജെയിംസ് നാഷ് എന്ന് പറയുന്ന ഒരു എക്കോളജിസ്റ്റാണ്. അദ്ദേഹം വളരെ പണ്ഡിതനാണ്, റിസർച്ചറാണ്. അദ്ദേഹം അതിനകത്ത് ഒത്തിരി പഠനങ്ങൾ നടത്തുന്ന ഒരാളായിരുന്നു. ഇപ്പോഴുമുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് കൃത്യത ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന്. ലവിങ് നേച്ചർ എന്ന് പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന 2-3 കാര്യങ്ങളിൽ പ്രധാനപ്പെട്ടത്, ഒന്ന്, നമ്മൾ പ്രകൃതിയെ, ഈ നേച്ചറിനെ, ഈ ഭൂമിയെ സ്നേഹിക്കുക, ഈ പ്രപഞ്ചത്തെ സ്നേഹിക്കുക, സ്നേഹിച്ചുകൊണ്ടേയിരിക്കുക. അതുകൊണ്ടാണ് അതിൻ്റെ ടൈറ്റിൽ പോലും അദ്ദേഹം ലവിങ് നേച്ചർ എന്ന് കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തേത്, നമ്മളിന്ന് അഭിമുഖീകരിക്കുന്ന പ്രകൃതി അല്ലെങ്കിൽ ഈ പ്രപഞ്ചം അല്ലെങ്കിൽ നമ്മുടെ ഈ ഭൂമി അല്ലെ ലോകം അഭിമുഖീകരിക്കുന്ന ബഹുതലങ്ങളായിട്ടുള്ള പ്രശ്നങ്ങളാണ്, ക്രൈസിസുകളെ കുറിച്ചാണ് അദ്ദേഹം പറയുക. അത് നമുക്കറിയാം, നമുക്ക് ആലോചിച്ച് അറിയാൻ സാധിക്കും. അപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ കൺസ്യൂം അല്ലെങ്കിൽ ഉപഭോക്താക്കളാകുന്നത് മനുഷ്യരാണെന്നാണ് പറയുക. ഉദാഹരണത്തിന്, ഒരു വീട് വെക്കാൻ നമ്മൾ എത്ര മരങ്ങൾ മുറിക്കണം, എന്തുമാത്രം മണ്ണിനെ നമ്മൾ ചൂഷണം ചെയ്യുന്നു എന്ന് ചിന്തിച്ചു നോക്കുക. അത് ഒന്നിൽ കൂടുതൽ ബംഗ്ലാവുകളുള്ള രാഷ്ട്രീയ സാമൂഹിക നേതാക്കളൊക്കെ ഇരുന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അല്ലേ. അപ്പോൾ ഏതോ ഒരു പശുവിനെ വളർത്താൻ വേണ്ടി 50 ലക്ഷത്തിൻ്റെ തൊഴുത്തൊക്കെ പണിത് എന്തുമാത്രം 1.5 പാല് കിട്ടുന്ന ഒരു പശുവിന് വേണ്ടിയിട്ട് 50 ലക്ഷമൊക്കെ മുടക്കി തൊഴുത്ത് പണിയുന്ന രാഷ്ട്രീയ ഭരണാധികാരികളൊക്കെ ഉള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് മറക്കാതെ ഇരിക്കുക. അപ്പോൾ അതുപോലെയാണ് നമ്മളെ കൂടുതലായിട്ട് കണ്ടമാനം ലക്ഷറിക്കും കൺസംഷനും ഏറ്റവും കൂടുതൽ കൺസ്യൂം ചെയ്യുന്ന ഒരു ജീവി അല്ലെ ജീവജാല സ്പീഷീസ് എന്ന് പറയുന്ന മനുഷ്യരാണ്. മറ്റുള്ളവർക്ക് അതിൻ്റെ ആവാസ കേന്ദ്രത്തിന്, അതിൻ്റെ സർവൈവൽ, നിലനിൽപ്പിനും വേണ്ടിയിട്ട് തിന്നുക, കുടിക്കുക, കിടന്നുറങ്ങുക, ഇത്രയുമൊക്കെയുള്ള കാര്യങ്ങളേ ഉള്ളൂ. അപ്പം മനുഷ്യൻ എത്ര കിട്ടിയാലും തൃപ്തി വരില്ല അല്ലെ. വെട്ടിക്കൂട്ടുക, പിടിച്ചടക്കുക, പ്ലണ്ടർ ചെയ്യുക, ചൂഷണം ചെയ്യുക, അതിനെ ഇല്ലായ്മ ചെയ്യുക. പ്രകൃതിയുടെ പല വിഭവങ്ങളെയും കരിമണലടക്കമുള്ള നമുക്കറിയാം. ഉന്നതമായ ലാഭേച്ഛയോടുകൂടി പ്രകൃതിയെ സമീപിക്കുന്ന ഒറ്റ ജീവിയുള്ളത് മനുഷ്യരാണ്. സ്വന്തം സർവൈവലിന്, നിലനിൽപ്പിന് വേണ്ടിയിട്ട്, സുഷുപ്തയിലുള്ള ജീവിതത്തിന് വേണ്ടി മാത്രമല്ല, തലമുറകൾക്ക് വേണ്ടി കൂന പോലെ
കൂട്ടിവെക്കാനുള്ള പണത്തിൻ്റെ ബാഹുല്യത്തിനും വേണ്ടിയിട്ട് വെറുതെ പ്ലണ്ടറിങ് നടത്തുകയാണ്, കൊള്ളയടിച്ചുകൊണ്ടിരിക്കുകയാണ് മനുഷ്യർ. അതിനിടയ്ക്ക് നമുക്കറിയാം വന്യമൃഗങ്ങൾ ഒത്തിരി ലോകത്തേക്ക് ഇപ്പം നമ്മുടെ ആവാസ കേന്ദ്രങ്ങളിലേക്ക് വരുന്നുണ്ട്. അവയും നമുക്കറിയാം പ്രകൃതിയെ സ്നേഹിക്കുന്ന വന്യമൃഗങ്ങളോടും മൃഗങ്ങളോടുമൊക്കെ അമിതമായ വാത്സല്യമുള്ളവർ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. അവരും ഈ ആവാസ വ്യവസ്ഥിതിയുടെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ടാണ് വളരേണ്ടതും വംശം വർദ്ധിപ്പിക്കേണ്ടതും ജീവിക്കേണ്ടതും. ആനകൾ കണ്ടമാനം പെരുകിയ നമുക്കറിയാം, കാടിനകത്തുനിന്ന് ഒരു നാട്ടിലേക്ക് ഇറങ്ങുന്നതാണ്, തീറ്റ അവർക്കില്ല. ഒരാന എത്ര ടണ്ണ് ആയിരിക്കും ഒരു മാസം കൺസ്യൂം ചെയ്യുക ഭക്ഷണമായിട്ടെന്ന് നമ്മൾ മറക്കരുത്, വെള്ളമായിട്ടും. പിന്നെ അതിൻ്റെ ആവാസ കേന്ദ്രങ്ങൾ അതിന് കൂടും വീടുമൊന്നും ഉണ്ടാക്കുന്നില്ലായിരിക്കും. എവിടെയെങ്കിലും സ്വസ്ഥമായ ആന സങ്കേതങ്ങളിൽ അതുങ്ങൾ ഒരുമിച്ച് നിന്നോ കിടന്നോ ഒക്കെ ഉറങ്ങുന്നുണ്ടാകും. പറയാൻ പറ്റത്തില്ല. അതുപോലെ തെരുവു നായ്ക്കൾ നമ്മുടെ ലോകത്തിൽ എല്ലായിടത്തും ഉണ്ടെങ്കിലും കേരളത്തിൽ ഓടിച്ചിട്ട് ഒരുമാതിരി വന്യമൃഗങ്ങളെക്കായാലും കഷ്ടമായിട്ട് മനുഷ്യനെ കടിച്ചു പറിക്കുന്ന, കൊന്നുകളയുന്ന പേവിഷബാധ എന്ന സാംക്രമിക രോഗം പകർത്തുന്ന, വലിയൊരു രോഗം പകർത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഇനത്തെ സ്നേഹിക്കണം എന്നൊക്കെ പറയുന്നത് നല്ല കാര്യം. പക്ഷേ ഇവയെല്ലാം ഈ ആവാസ വ്യവസ്ഥയിൽ നിന്നുകൊണ്ട് വേണ്ടേ സർവൈവ് ചെയ്യുവാനാണ്. 1-2 പട്ടികൾ ഒരു തെരുവിലുണ്ട്, വലിയ 4-5 പട്ടികളുണ്ട്, കുറവില്ല, കുഴപ്പമില്ല. ഇത് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് തെരുവ് പട്ടികൾ, 7 ലക്ഷമോ 8 ലക്ഷമോ ഒക്കെ കവിയുമെന്നാണ് പറയാൻ തെരുവ് പട്ടികളുടെ എണ്ണം. ഒരു ജില്ലയിൽ തന്നെ കാണും ലക്ഷങ്ങളിൽ. അപ്പോൾ അവയൊക്കെ ഈ ആവാസ വ്യവസ്ഥയെ നിന്നുകൊണ്ട് സംരക്ഷിക്കാനും അവയ്ക്ക് വേണ്ട വിധത്തിൽ വംശം വർദ്ധിക്കാതിരിക്കാനുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണം. ആന തൊട്ട് ഏറ്റവും ചെറിയ ജീവികൾ വരെയുള്ളവർക്കെല്ലാം ഇതെല്ലാം കൺസ്യൂം ചെയ്യാതിന് സർവൈവ് ചെയ്യത്തില്ല. അതിന് തിന്നുകൊണ്ടും പിന്നെ ആവശ്യത്തിന് വെള്ളം വേണം, ആവശ്യത്തിന് ഭക്ഷണം വേണം. നമ്മുടെ കൂട്ട് ലക്ഷറികൾ വേണ്ടെന്നേ ഉള്ളൂ. അപ്പം ഈ വ്യവസ്ഥയ്ക്ക് ചേരുന്ന വിധത്തിൽ വേണം നമ്മൾ പ്രകൃതിയെക്കുറിച്ചുള്ള ചിന്ത എന്ന് പറയുകയാണ്. മനുഷ്യൻ്റെ ഓവർ കൺസംഷൻ കാരണമാണ് പലപ്പോഴും ആഗോള താപനിലയ്ക്ക് കാരണമെന്ന് പറയുന്നുണ്ട്. നമ്മൾ ഇന്നറിയാം, ഒരു 10-20 കൊല്ലത്തേക്ക് തിരിഞ്ഞു നോക്കി നമുക്കറിയാം എന്തുമാത്രം വളരെ വേഗത്തിലാണ് നമ്മുടെ കാലാവസ്ഥകളൊക്കെ മാറിക്കൊണ്ടിരിക്കുക. ഈ കാലാവസ്ഥ വ്യതിയാനമൊക്കെ പലതിൻ്റെ മേലും പടിചാരിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ സ്വയമേ ചോദിക്കുക, ഞാനതിനെന്തേരെ കൺട്രിബ്യൂട്ട് ചെയ്യുന്നു? എൻ്റെ പിന്നെ നമ്മുടെ വസ്ത്രത്തിനും നമ്മുടെ താമസയിടത്തിനും നമ്മുടെ ലക്ഷറിക്കും വേണ്ടി എന്തുമാത്രം കൺസംഷൻ ആണ് നമ്മൾ നടക്കുക, എന്തുമാത്രമാണ് നമ്മൾ ഉപയോഗിച്ച് തീർത്തുകൊണ്ട് തള്ളുക പ്രകൃതിയിലേക്ക്, അല്ലേ? പ്ലാസ്റ്റിക് ആകാം, മറ്റ് മാലിന്യങ്ങളാകാം, ഇതെല്ലാം ഈ പ്രകൃതിയിലേക്ക് തന്നെ നമ്മൾ തള്ളുകയാണ്. അപ്പോൾ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്ന ഡേഞ്ചർ ടു ദ സ്പീഷീസുകൾക്ക്, പല വംശത്തിനും പല ജീവജാലങ്ങൾക്കും സർവൈവൽ വളരെ അപകടകരമാക്കും നമ്മളടക്കമെന്ന് നമ്മൾ മറന്നു പോകരുത്. ഓക്സിജൻ ഇല്ലെങ്കിൽ, ശുദ്ധജലമില്ലെങ്കിൽ നമുക്ക് ആർക്ക് സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല. രോഗാണുക്കളൊക്കെ പെരുകുന്നതിൻ്റെ കാരണവും ഇതുതന്നെയല്ലേ എന്ന് തീവ്രമായിട്ട് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കും. അപ്പം നമ്മുടെ ഡെവലപ്മെൻറ്റിനെല്ലാം ആധാരമായിട്ട് ഞാൻ പറഞ്ഞ ലവിങ് നേച്ചർ പറയും, ഡെവലപ്മെൻറ്റ് ഷുഡ് നോട്ട് ബി സിംപിളി ഇക്കണോമിക്കൽ ബട്ട് ഇറ്റ് ഷുഡ് ബി ഇക്കോളജിക്കൽ. ഈ 2 വാക്കുകൾ നിങ്ങൾ ഓർത്തിരിക്കുക. ഇറ്റ് ഷുഡ് നോട്ട് ബി സിംപിളി ഇക്കണോമിക്കൽ ബട്ട് ഇറ്റ് ഷുഡ് ബി ഇക്കോ ഫ്രണ്ട്ലി ആൻഡ് ഇക്കോളജിക്കൽ. അങ്ങനെ ഒരു പ്ലാന് നമ്മുടെ നേച്ചറിനെ കൊണ്ടുണ്ടാകണമെങ്കിൽ നമുക്കൊരു ബോധ്യം വേണം. നമ്മൾ തന്നെ ഈ വ്യക്തികളെന്ന നിലയ്ക്കും സമൂഹം എന്ന നിലയ്ക്കും അതിനെക്കുറിച്ച് കൂടുതൽ കാഴ്ച ഉള്ളവരാവുക, കാഴ്ചപ്പാട് വളർത്തിയെടുക്കുക.